ഹായ് ഓൾ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വന്ന ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ പുഴുങ്ങിയെടുത്ത് ഉടച്ചെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ സ്ഥലത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഉരുളകളാക്കി എടുത്തു വെക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തു വെച്ചു. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ചായി വെള്ളമൊഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും മൈദ മിക്സിൽ മുക്കി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ മസാല ബോണ്ട ഇവിടെ റെഡിയായി. ഇത്രയും സ്നാക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 4 മണി ചായയുടെ കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.